ഓപ്പൺ ഫോറം. തുറസിന്റെ തുറമുഖങ്ങൾ. ഒരു തെരുവിന്റെ കഥ. കോഴിക്കോട് എന്നും സാഹിത്യകാരുടെയും കലാസാംസ്കാരിക പ്രവർത്തകരുടെയും പ്രിയപ്പെട്ട നഗരമാണ്. അവരുടെ സ്ഥിരം സങ്കേതങ്ങളിൽ ഒന്നായിരുന്നു മിഠായി തെരുവും. പ്രതിഭാധനരുടെ ആ പഴയ തെരുവിനെ ഓർത്തെടുക്കുകയാണ് മുതിർന്ന പത്രപ്രവർത്തകനായ ശ്രീകുമാർ നിയതി. ഏത് രാജ്യത്ത് ഞാൻ പോയി ചുറ്റി വന്നു കഴിഞ്ഞാലും കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ എന്റെ ബാഗും സാധനങ്ങളൊക്കെ വെച്ച ശേഷം ആദ്യം ഞാൻ നടന്നു പോകുന്നത് മിഠായി തെരു, അവിടെ പള്ളീന്റെ അടുത്ത് നിന്ന് കിഡ്സൺ കോർണർ വരെ നടന്ന് ഒരു ചായ കുടിച്ച ശേഷം മാത്രമേ ഞാൻ വീട്ടിൽ പോകാറുള്ളൂ. മിഠായി തെരുവില്ലാത്ത ഒരു പരിപാടിയില്ല. ഞാനെന്നും ആര്യഭവനിൽ പോകാറുണ്ട്. MT വാസുദേവൻ നായർ വരെ ആദ്യമായിട്ട് ഭക്ഷണം കഴിച്ച ഹോട്ടലിന്റെ രുചിയും കോഴിക്കോടിന്റെ രുചിയും അനുഭവിച്ചത് ആര്യഭവനിൽ നിന്നാണ്. ഇതൊക്കെ പോട്ടെ, മിഠായി തെരുവിൽ നമ്മൾ മറക്കാൻ പറ്റാത്ത ശെൽവിയുടെ പുസ്തകശാല, ആര്യഭവനിലെ ആ മുറി വിങ്ങൽ വരികയാണ്. ഇത്രയും നന്നായിട്ട്, ഇത്രയും പ്രസാദകരുണ്ടായിട്ട്, ഇത്രയും മനോഹരവും ഏറ്റവും അവശ്യമായ പുസ്തകങ്ങളും പ്രസിദ്ധീകരിച്ച അവനെ കാണാൻ ഞാൻ പലതവണ പോയിട്ടുണ്ട്. മിഠായി തെരു ഓർക്കുമ്പോൾ ശെൽവിയുടെ പുസ്തകശാല മറക്കാൻ പറ്റില്ല. കാരണം പലപ്പോഴും രവിയേട്ടന്റെ ആദ്യ പുസ്തകങ്ങളൊക്കെ അവരായിരുന്നു ചെയ്തിരുന്നത്. അപ്പൊ അതിന്റെ കാശ് കൊടുക്കാനും ഇതിന്റെ പ്രൂഫ് നോക്കാനും കടലാസ് വാങ്ങാനൊക്കെ ശെൽവിന്റെ അടുത്ത് പോയായിരുന്നു. ഈ കിഡ്സൺ കോർണറായിരുന്നു പിന്നീട് മാനാഞ്ചർ സ്ക്വയറിനേക്കാളും പ്രശസ്തമായി മാറിയത്. അന്ന് അവിടെ ഉണ്ടായിരുന്ന ഒരു ഗസ്റ്റ് ഹൌസ് പോലത്തെ ഒരു സ്ഥലമായിരുന്നു, സത്രം എന്നായിരുന്നു അതിന്റെ പേര്. ഈ സത്രം പൊളിച്ചിട്ടാണ് ഈ കിഡ്സൺ ഉണ്ടാക്കിയത്. ഇന്ന് ആ കിഡ്സൺ പൊളിഞ്ഞു കിടക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താ ചെയ്യാം? കേരളത്തിലെ മന്ത്രിമാര് ഗസ്റ്റ് ഹൌസിൽ താമസിക്കാതെ ഉമ്മൻചാണ്ടി അടക്കമുള്ള ആളുകൾ കിഡ്സണിലായിരുന്നു താമസിച്ചിരുന്നത്. വരദരാജൻ നായർ ധനകാര്യമന്ത്രിയായിരുന്നു എന്ന് എന്റെ ഓർമ്മ. അദ്ദേഹത്തെ കൊണ്ടാക്കേണ്ട ഗസ്റ്റ് ഹൌസിലല്ല, M. ഗോവിന്ദൻ. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഞാനും പോൾ മാഷൊക്കെ M. ഗോവിന്ദനുമായിട്ട് അവിടെ ഇരുന്ന് ഭക്ഷണം കഴിച്ച് അവിടെ കിടത്തി ഉറക്കിയിട്ടാ പോയിരുന്നത്. ഞാനും നമ്പൂതിരിയും കൂടി, ആർട്ടിസ്റ്റ് നമ്പൂതിരി എല്ലാ ദിവസവും ചെയ്തിരുന്ന ഒരു സാധനം അതാത് ദിവസത്തെ പേപ്പറും പെന്നും വാങ്ങലാണ്. അപ്പൊ ഞാൻ സൈക്കോന്ന് ഇറങ്ങിയിട്ട് നമ്പൂതിരിന്റെ കൂടെ KMR എന്ന് പറയുന്ന രാധാകൃഷ്ണ ചെട്ടിയുടെ വീട്ടിൽ പോയിട്ട് പേപ്പർ വാങ്ങി ഇങ്ങനെ നടക്കും. പിന്നീട് കുറെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ആ സമയത്ത് കടന്നുപോയ ആളുകളുടെ രൂപസാദൃശ്യമുള്ള നമ്പൂതിരി ചിത്രങ്ങൾ പിന്നീട് ഞാൻ ഈ മാതൃഭൂമിയുടെ കഥകൾ വായിക്കുമ്പോൾ വരും. ഞാനത് റോട്ടിലൂടെ പോകുമ്പോൾ ഞാൻ പിന്നെയും ചോദിക്കും, അതല്ലേന്ന്. അതൊന്നല്ലെന്ന് അദ്ദേഹം പറയുകയും ചെയ്യും. അങ്ങനെ ഒരു നിരീക്ഷണം ഈ ചിത്രകലയായാലും ആളുകളോടായാലും അത് എനിക്കുണ്ട് എന്നുള്ളതിനെ കൊണ്ടായിരിക്കാൻ ചിലപ്പം നമ്പൂതിരി എന്നെ കൂട്ടി ആ വഴിക്ക് നടന്നിട്ടുണ്ടാവുക. പക്ഷേ നമ്പൂതിരിനെ ഒരു വലിയ മനുഷ്യന്റെ കൂടെ മിഠായി തെരുവിലാണ് നടക്കുക. OV വിജയൻ എന്നൊരു മനുഷ്യന്റെ കൂടെ മിഠായി തെരുവിലാണ് നടക്കുക. MT വാസുവേട്ടന്റെ കൂടെ ഞാൻ നടന്നിട്ടുണ്ട്. അങ്ങനെ പലരുടെയും കൂടെ T. ദാമോദരേട്ടൻ, MT വാസുദേവൻ നായർ, പുനലൂർ രാജൻ, ഇങ്ങനെ കോഴിക്കോടിന്റെ സാമൂഹ്യ സാംസ്കാരിക രംഗങ്ങളിൽ ഉള്ളവരെ മുഴുവൻ ഒറ്റയടിക്ക് കാണണമെങ്കിൽ പീതാംബർ സ്റ്റുഡിയോന്റെ നേരെ മുന്നിൽ നോക്കിയാൽ മതി. ഇവർ മുഴുവൻ വൈകുന്നേരങ്ങളുണ്ടാവും. അന്ന് പ്രകാശിക്കുന്ന നക്ഷത്രങ്ങളാ നഗരത്തിലെ. അവരൊക്കെ എങ്ങനെ കാണുക? അതിലൊരു 3-4 പേർക്ക് എന്നെ അറിയാന്ന് പറയുമ്പോൾ പലപ്പോഴും ദാമോദരമാഷൊക്കെ എവിടെ പോകണമെന്ന് ചോദിക്കും. അതിന്റെ ഒരു കുടുസ് എനിക്കുണ്ടാവില്ലേ? പക്ഷെ അതൊക്കെ ഞാനിപ്പോൾ മിഠായി തെരുത്തിലൂടെ നടക്കുമ്പോൾ നോക്കുന്നു. അത് കഴിഞ്ഞാൽ നാഷണൽ സ്റ്റുഡിയോന്റെ അകത്ത് ഉണ്ണിയേട്ടന്റെ അടുത്ത് കയറിയാൽ തന്നെ ഒരു അമ്പലത്തിൽ പോയ പ്രതീതിയാണ്. കാരണം രാവിലെ മുതൽ ഇങ്ങനെ ചൂടനും ചാമ്പ്രാണിയൊക്കെ പുകച്ച് ഭയങ്കര ഐശ്വര്യം എന്ന് പറഞ്ഞാൽ ഇനി അങ്ങോട്ട് ഐശ്വര്യമാവാനില്ല. T. നാരായണൻ ക്യാമറാമാൻ അടക്കം, അംബികുമാർ ക്യാമറാമാൻ, ഇങ്ങനെ പ്രശസ്തരായ പല ക്യാമറാമാരെയും ഉണ്ടാക്കിയ ഇടമാണ് ഈ ഉണ്ണിയേട്ടന്റെ നാഷണൽ സ്റ്റുഡിയോ.
ഈ നാഷണൽ സ്റ്റുഡിയോ എന്ന് പറയുന്നത് അന്ന് കല്യാണ പന്തലിൽ നിന്ന് നേരെ കാറിൽ വധൂവരന്മാര് ബൊക്കയും മാലയിട്ട് നാഷണൽ സ്റ്റുഡിയോയിലേക്ക് കാത്തേക്ക് വന്നു, മുകളിലേക്ക് വന്നു, ഭാസ്കരേട്ടൻ ആരെങ്കിലും ഉണ്ടാവും, അയാളെ പിടിച്ചിരുത്തുന്നു, ഫോട്ടോ എടുക്കുന്നു. നാഷണൽ സ്റ്റുഡിയോ ഒന്ന് ഫോട്ടോ എടുത്താൽ അതാണ് അഭിജാറ്റ് എന്നൊക്കെ പറയുന്നില്ലേ. ഇവിടെ വേറൊരു വലിയ സംഭവം ഉണ്ടായി. ഒരു ബന്ദ് ദിവസം ഉണ്ണേട്ടൻ പറഞ്ഞു, ഞാൻ തുറക്കും, കട തുറക്കും, ആരെന്ത് ചെയ്താലും. സമരക്കാര് വന്നു. ഉണ്ണിയേട്ടനോട് ഏറ്റവും കരുണയും ഏറ്റവും കൂടുതൽ കാരുണ്യം ചൊരിയുന്ന മനുഷ്യനാണ്. അദ്ദേഹത്തിന്റെ ചില്ലുമേട പോലെയുള്ള നാഷണൽ സ്റ്റുഡിയോ കല്ലെറിഞ്ഞു പൊളിച്ചു. കോഴിക്കോട്ടുകാർ പ്രതിഷേധം കണ്ടു. പക്ഷെ ആ പ്രതിഷേധത്തിൽ ഒരു മനുഷ്യനും ആഹ്ലാദിച്ചില്ല. ഉണ്ണിയേട്ടൻ പറഞ്ഞത്, എന്റെ ജോലി സ്ഥലത്ത് ഞാൻ ജോലി ചെയ്യുന്നു, തൊഴിലാളികൾക്ക് ഉള്ള പ്രശ്നത്തിന് അവര് ജോലി ചെയ്യുന്നു, രണ്ടും ജോലിയാണ്. കച്ചവടമാണ് എന്ന് പറഞ്ഞത് ഉണ്ണിയേട്ടനായിരുന്നു, നാഷണൽ സ്റ്റുഡിയോ ഉണ്ണിയേട്ടൻ. അത് കഴിഞ്ഞാൽ ഉള്ള സ്ഥലം എന്ന് പറയുന്നത് കേരള ബുക്ക് ഡിപ്പോ, പിന്നെ PK ബ്രദേഴ്സ്. ഈ PK ബ്രദേഴ്സ്, KR ബ്രദേഴ്സ് എന്നൊക്കെയാണ് ആദ്യകാലത്ത് എല്ലാവരും പുസ്തകം ഇറക്കിയിട്ടുള്ളത്. അതിമനോഹരമായ പ്രിന്റിംഗ്. അവിടെ പോയാൽ കിട്ടാത്ത സാധനങ്ങളില്ല. കേരള ബുക്ക് ഡിപ്പോ ബാലൻ എന്ന് പറയുന്ന അയാളുടെ അനിയനാണ് പിന്നീട് പ്രശസ്തനായ സംവിധായകൻ ബേബി ആയത്. അദ്ദേഹം അവിടെ ജനിച്ചു വളർന്നതാണ്. മിഠായി തെരുത്തിലും നാടകവും കളിയൊക്കെ ആയിട്ട് നടന്ന ഒരു മനുഷ്യൻ പിന്നീട് ലിസ പോലുള്ള സിനിമ എടുത്തു. അതും മിഠായി തെരുവിന്റെ ഭാഗമാണ്. പിന്നെ ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു സാധനമുണ്ട് എഴുത്തുകാർക്ക്, ഒരു പേനക്കട, കിമ്മൻ കമ്പനി എന്നാ അതിന്റെ പേര്. കേരളത്തിൽ നിന്ന് അകത്തുനിന്നും പുറത്തുനിന്നും ആര് വന്നാലും സ്റ്റേഷനിലേക്ക് നമ്മൾ ആരെയും കൊണ്ടാക്കാൻ പോകണമെങ്കിൽ പറയും, അല്ലോടോ എനിക്ക് 2-3 പേന വാങ്ങണം. ഞാൻ നിങ്ങൾക്ക് അവിടെ കിട്ടൂലേ? അല്ല, നമ്മളെ കിമ്മൻ കമ്പനി. ഒരു തെരുവിന്റെ കഥ. പസഫിക് സ്റ്റോർ മുതൽ 2ാം ഗേറ്റ് വരെ കോർട്ട് റോഡാണ്. അവിടെ ഒരു പ്രശസ്തമായ ഒരു ഹോട്ടലുണ്ടായിരുന്നു. അവിടെ ഒരു കൊലപാതകം നടന്നു. കോഴിക്കോടിനെ കുലുക്കിയ കൊലപാതകമായിരുന്നു. പഞ്ചാബികൾക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയ ഒരു ഹോട്ടലായിരുന്നു. അരിയുടെ എന്തോ വലിയ പ്രശ്നങ്ങൾ വന്നപ്പോൾ ആണ് ഈ ഹോട്ടൽ തുടങ്ങുന്നത്. അപ്പോൾ അവിടെ അന്ന് MT വാസുദേവൻ നായരടക്കമുള്ള കോഴിക്കോട് നഗരത്തിലെ എല്ലാ ആളുകളുടെ ഒരു സങ്കേതമായിരുന്നു. ഹോട്ടൽ ഇന്നില്ല. അദ്ദേഹത്തിന്റെ ഒരു മകനൊക്കെ എന്റെ കൂടെ പഠിച്ചൊക്കെയാണ്. അപ്പൊ അവിടെ ഒരു കൊലപാതകം നടന്നു. അതാണ് MT വാസുദേവൻ നായർ എഴുതിയ ശത്രു എന്ന് പറയുന്ന ചെറുകഥ. അവരോടൊപ്പം കളിക്കുകയും കാഴ്ച കളിക്കുകയൊക്കെ ചെയ്ത ഒരാൾ, ഈ മരിച്ച ആളുടെ പേര് അബ്ദുറഹ്മാൻ സാഹിബ് എന്നായിരുന്നു. കൊളത്തറയിൽ അദ്ദേഹത്തിന് ഒരു വലിയ പാർക്കും ഓർമ്മകളൊക്കെ ഉണ്ട്. അദ്ദേഹമാണ് സത്യത്തിൽ കോഴിക്കോട്ട് ഒരു വലിയ നാടക സംഘം ഒക്കെ ഉണ്ടാക്കുന്നതിൽ മുൻപന്തിയിൽ നിന്ന്. ഈ കൊലപാതകം വന്നോടുകൂടി മിഠായി തെരുവിനൊരു വല്ലാത്ത ഒരു പേടിയുണ്ടായി. സത്യത്തിൽ അത് ഏതോ ഒരു രീതിയിൽ കളിക്കിടയിൽ വന്ന ഒരു കുസ്തിയിൽ പെട്ടുപോയിട്ട് ഇയാൾ കൊലപ്പെടുകയായിരുന്നു. പക്ഷെ അത് ഒരു വലിയ മുറിവായി മാറി. അന്നത്തെ സകല ഒരു ഉറുവടക്കമുള്ള ആളുകളൊക്കെ 2 സ്ഥലത്തായിരുന്നു. ഒന്ന് മലബാർ ആലുവയില. മലബാർ ആലുവ സ്റ്റോറിൽ എല്ലാവരും ഇരുന്ന് സൊറ പറയുന്നൊരു സ്ഥലമാണ്. അതേമാതിരി മോഡേൺ ഹിന്ദു ഹോട്ടൽ എന്ന് പറയുന്ന ഒരു ഹോട്ടൽ, രാധാ തിയേറ്ററുടെ നേരെ മുന്നിൽ. EK നായനാരും മൂസക്കയും കൂടി സിനിമയ്ക്ക് പോയ കഥകളൊക്കെ, പല ആത്മകഥകളിലും അത് രാധാ തിയേറ്ററാണ്. രാധേന്റെ അടുത്ത് പോവാന്ന് പറഞ്ഞപ്പോ EK നായനൊരു വിചാരിച്ചത് എവിടേക്കാ ഈ കൊണ്ടുപോണ്. അപ്പൊ മൂസക്ക രാധേ പോവാന്ന് പറഞ്ഞു. അത് തിയേറ്ററാണെന്നറിയില്ല. അങ്ങനെ EK നായനാര് കോഴിക്കോട് ദേശാഭിമാനിയുള്ളപ്പോ മിഠായി തെരുവിലെ രാധാ തിയേറ്ററിലേക്കാണെന്ന് പറഞ്ഞ് ചിരിക്കുന്ന ഒരു കഥ ഞാൻ ചെറുപ്പത്തിൽ കേട്ടിട്ടുണ്ട് മൂസാക്കന്റെ അടുത്തുനിന്ന്. മിഠായി തെരുവ് പറഞ്ഞാൽ തീരില്ല. എനിക്കിന്നും മിഠായി തെരുവിലൂടെ നടക്കാൻ ഇഷ്ടമാണ്, അവിടെ ഉറങ്ങാൻ ഇഷ്ടമാണ്. അവിടുത്തെ കുറെ കഥകൾ ഉണ്ട് ഇനിയും ബാക്കി. ഇതുവരെ കേട്ടത് മിഠായി തെരുവിനെ കുറിച്ചുള്ള ശ്രീകുമാർ നിയതിയുടെ ഓർമ്മശകലങ്ങൾ. നിർവഹണ സഹായം ആദിത്യൻ SS. ഓപ്പൺ ഫോറം. തുറസിന്റെ തുറമുഖങ്ങൾ. ഒരു തെരുവിന്റെ കഥ.